ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അങ്ങനെ ശാർദൂലൻ എന്ന ചാരനിൽ നിന്നും ലഭിച്ച വൃത്താന്തങ്ങളെ അടിസ്ഥാനമാക്കി ദശഗ്രീവൻ ശുകൻ എന്നൊരു നിശാചരനെ തന്റെ സന്ദേശവാഹകനും ദൂതനുമായി സുഗ്രീവ സന്നിധിയിലേക്ക് അയച്ചു. സൂര്യപുത്രനോട് പറയേണ്ട സന്ദേശം എന്താണെന്നും ധരിപ്പിച്ചു. ശുകൻ ഒരു പക്ഷിയുടെ രൂപം ധരിച്ച് മഹേന്ദ്രഗിരിയുടെ മുകളിലുള്ള നീലാംബരത്തിൽ വന്ന് തങ്ങി നിന്നുകൊണ്ട് സുഗ്രീവനോടായി പറഞ്ഞു: ഹേ ഭാനുതനയ, ലങ്കാധിപനായ ദശകണ്ഠ രാവണന്റെ സന്ദേശമാണ് ഞാൻ അറിയിക്കുന്നത്, കേൾക്കുക. എന്റെ മിത്രമായ ബാലിയുടെ അനുജനാണ് അങ്ങ്. നാം തമ്മിൽ യാതൊരു വിരോധവുമില്ല. അയോധ്യയിലെ രാമന്റെ ഭാര്യയെ ഞാൻ അപഹരിച്ചതിന് കിഷ്കിന്ധാധിപനായ സുഗ്രീവന് എന്ത് ഛേദം വന്നു? അതുകൊണ്ട് മിത്രരാജ്യമായി കഴിയുന്ന ലങ്കയിലെത്തി അക്രമങ്ങളൊന്നും തുടങ്ങരുത്. അങ്ങയുടെ സേവകനായ ഒരു കുരങ്ങൻ വന്ന് ലങ്കയിൽ പല നാശനഷ്ടങ്ങളും വരുത്തി. അങ്ങയോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഞാനതെല്ലാം ക്ഷമിച്ചു. അല്പന്മാരായ നരന്മാരുമായി കൂട്ടുപിടിച്ച് ദേവാദികൾക്ക് പോലും അപ്രാപ്യമായ രാക്ഷസ ലങ്കയിൽ പ്രവേശിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആ ഉദ്യമത്തിൽ നിന്ന് വിരമിച്ച് തിരിച്ച് കിഷ്കിന്ധയിലേക്ക് പോകുന്നതായിരിക്കും ഉത്തമം. ഇവൻ ദൂതനല്ല, പക്ഷിവേഷത്തിൽ വന്നിരിക്കുന്ന രാക്ഷസ ചാരനാണ്. ഇവനെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാനരന്മാര് അവനെ ചാടി പിടിച്ച് താഴെ കൊണ്ടുവന്നിട്ട് തല്ലാനും കുത്താനും ഒക്കെ തുടങ്ങി. അപ്പൊ അവൻ, അയ്യോ രാമചന്ദ്ര മഹാപ്രഭോ, എന്നെ ഇവർ കൊല്ലുന്നേ, ഞാനൊരു ദൂതനാണേ എന്ന് ഉച്ചത്തില് ശുകൻ നിലവിളിച്ചു. അപ്പൊ ഇത് കേട്ട് രാമൻ അവിടെ വന്ന് അവനെ ഉപദ്രവിക്കരുതെന്ന് വിലക്കി. അപ്പോ ശുകൻ ദീനഭാവത്തിൽ അപേക്ഷിച്ചു: ഞാൻ പൊയ്ക്കൊള്ളട്ടെ, ലങ്കയിൽ ചെന്ന ഈ സന്ദേശത്തിന് മറുപടിയായി ഞാൻ എന്തു പറയണം? അപ്പോ സുഗ്രീവൻ പറഞ്ഞു: ജാനകീദേവിയെ കട്ട കള്ളനെയും അവന്റെ പുത്ര മിത്രാദികളെയും വംശത്തെയും നശിപ്പിച്ച് ദേവിയെ വീണ്ടെടുക്കാതെ സുഗ്രീവൻ പുറകോട്ട് മാറുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞതായി നിന്റെ രാവണനെ അറിയിച്ചുകൊള്ളൂ. അപ്പൊ രാമൻ പറഞ്ഞു: ഇവനെ ഇപ്പോൾ തിരിച്ചയക്കണമെന്നില്ല. ഇവൻ നമ്മുടെ ബന്ധനത്തിൽ ഇവിടെ കിടക്കട്ടെ. ഞാൻ പറയുമ്പോൾ മോചിപ്പിച്ചാൽ മതി. തൽക്ഷണം തന്നെ മർക്കടന്മാർ ശുകനെ ബലമുള്ള ഒരു കാട്ടുവള്ളി കൊണ്ട് കെട്ടി ഒരു മരത്തിന്റെ ചുവട്ടില് തളച്ചിട്ടു. അപ്പോ നേരം പോക്കിനു വേണ്ടി ചില കുസൃതി കുരങ്ങന്മാര് ആരും കാണാതെ അവന്റെ വായിലും കണ്ണുകളിലും മണ്ണ് വാരിയെറിയുക, ദേഹത്തിലെ കമ്പൊക്കെ എടുത്ത് കുത്തുക, തൂവലുകൾ വലിച്ചു പറിക്കുക തുടങ്ങിയ ചില്ലറ ഉപദ്രവങ്ങളും ചെയ്യാതിരുന്നില്ല. ശുകന്റെ ബന്ധന വാർത്ത അപ്പോൾ തന്നെ ശാർദൂലൻ ലങ്കാധിപതിയെ അറിയിച്ചു. അപ്പോ ദശാസ്യൻ ആപത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ട് അതിനെ സധൈര്യം നേരിടാൻ തന്നെ ഉറച്ചു. സമുദ്രം കടക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാവരും കൂടി ആലോചിച്ചു. അപ്പോ സമുദ്രരാജനായ വരുണനെ വരുത്തിയാൽ അദ്ദേഹം നമുക്ക് പോകാനുള്ള വഴി തരും എന്ന് വാനരവൃന്ദം ഏകകണ്ഠമായിട്ട് ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് രഘുപതിയും അവരുടെ അഭിപ്രായത്തോട് യോജിച്ചു. അങ്ങനെ അദ്ദേഹം വാരുധിയുടെ തീരെ കിഴക്കോട്ട് നോക്കി നയനങ്ങൾ അടച്ച് 3 ദിവസം അഹോരാത്രം വരുണനെ ധ്യാനിച്ച്. അപ്പോൾ സമുദ്രത്തിന് ഒരു ഇളക്കവും ഉണ്ടായില്ല. രാവണനെ ഭയപ്പെട്ടായിരിക്കണം പാശി അറിഞ്ഞ മട്ടയെ കാണിച്ചില്ല. രാമന് കോപം ജ്വലിച്ചു, കണ്ണുകൾ ചുവന്നു. ലക്ഷ്മണ, കൊണ്ടുവരൂ ചാപബാണങ്ങൾ. ഇന്ന് വരുണൻ പ്രത്യക്ഷപ്പെട്ട് നടക്കാൻ വഴി തരുന്നില്ലെങ്കിൽ ഈ സമുദ്രത്തെ ഞാൻ ബ്രഹ്മാസ്ത്രത്താൽ ഭസ്മമാക്കി വരുണാലയം ഒരു മരുഭൂമിയാക്കും. വരുണനെ ഞാൻ വഹ്നിയിലിട്ട് ചൂടും. ദേവകാര്യാർത്ഥം നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച് ത്യാഗപൂർവം യാതനകൾ അനുഭവിച്ച് അലയുന്ന രഘുരാമൻ സ്വന്തം കാര്യത്തിനു വേണ്ടിയല്ല പാത ആവശ്യപ്പെടുന്നത്. പാശിക്കത് അറിയാൻ കഴിവില്ലെങ്കിൽ പാവകനിൽ അവൻ കരിയണം. കൊണ്ടുവാ ലക്ഷ്മണ, മടിക്കേണ്ട. കോദണ്ഡവും അസ്ത്രങ്ങളും ഇങ്ങ് തരിക. എൻ്റെ പൂർവികന്മാരായ സഗര രാജാക്കന്മാർ വളർത്തിയെടുത്ത് ഖ്യാതി വർദ്ധിപ്പിച്ച ഈ സാഗരത്തെ ഇന്ന് അവരുടെ പിൻഗാമിയായ രാമൻ നശിപ്പിക്കാൻ പോകുകയാണ്. രാമൻ വില്ലുവാങ്ങി അർണവത്തിന്റെ നേർക്ക് മഹാചാപത്തിൽ അമ്പു തൊടുത്തു. ഭഗവാന്റെ പത്മവദനത്തിൽ വൈഷ്ണവ തേജസ് പ്രകാശിച്ചു. രുധിര നയനങ്ങളിൽ നിന്നും തീജ്വാല പറന്നു.
വിശ്വരൂപം അവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. ലോകമാകെ പ്രകമ്പനം കൊണ്ടു. ആദിത്യൻ ഭയപ്പെട്ട് അമ്പര മുകിലിനു പിറകിൽ മറഞ്ഞു. പ്രകൃതിയിലാകെ തമസ് ബാധിച്ചു. സാഗര തരംഗങ്ങൾ ക്ഷോഭിച്ചിളകി മറിഞ്ഞു. അതാ വാരുധി നടുവിൽ നിന്നും വരുണൻ പൊങ്ങി വരുന്നു. ഭയാക്രാന്തനായ സാഗരനാഥൻ സഗര വംശതിലകന്റെ പാദങ്ങളിൽ വീണ് അഭയം അപേക്ഷിച്ചു. വരുണൻ പറഞ്ഞു, സ്വാമി, അടിയന് മാപ്പ് തരണം. അവിടുത്തെ വൈശിഷ്ട്യം അറിയാതെ അടിയൻ അല്പനേരം അലസനായി പോയി, ക്ഷമിക്കണം. എന്താവശ്യത്തിന് വേണ്ടിയാണ് അടിയന്റെ സാന്നിധ്യം എന്തിരുവടി പ്രാർത്ഥിച്ചു എന്ന് സദയം അരുളി ചെയ്യണം. രാമൻ പറഞ്ഞു, അർണവനാഥ, ഞാൻ അങ്ങയെ കാണാൻ പ്രതീക്ഷിച്ചത് എന്റെ സ്വന്തം കാര്യത്തിനല്ല, അങ്ങയെയും കൂടി ബാധിക്കുന്ന ദേവകാര്യം സാധിക്കാനാണ്. ലോകകണ്ടകനായ രാവണന്റെ നിധനത്തിനു വേണ്ടി ഞങ്ങൾക്ക് ലങ്കയിലേക്ക് കടക്കണം. അതിനങ്ങ് വഴി തരണം. വരുണൻ പറഞ്ഞു, നിന്തിരുവടിയുടെ ഉദ്ദേശം അടിയന് മനസ്സിലാകുന്നു. ഇരുവശങ്ങളിലും തുങ്കങ്ങളായ തരംഗങ്ങൾ ഇളകി മറിയുമ്പോൾ നടുവിൽ സഞ്ചാരയോഗ്യമായൊരു പാത മാത്രം ഉണ്ടാകത്തക്ക വിധം പാരാവാരം പാർശ്വങ്ങളിലേക്ക് മാറി നിൽക്കുക എന്നുള്ളത് പ്രകൃതിക്ക് വിരുദ്ധവും അത്യാപൽക്കരവുമായിരിക്കും. ആയതിനാൽ ഇവിടെ നിന്നും ലങ്ക വരെ ഒരു സേതു നിർമ്മിച്ച് അങ്ങോട്ട് കടക്കുന്നതായിരിക്കും ഉത്തമം. ആ സേതു നിർമ്മാണത്തിന് സഹായകമായ വിധം സമുദ്രജലം ഇരുവശങ്ങളിലേക്കും മാറ്റുന്നതിനുമുള്ള സൗകര്യങ്ങൾ അടിയൻ സജ്ജമാക്കി തന്നുകൊള്ളാം. രാമൻ പറഞ്ഞു, മതി, അത്രയും ചെയ്താൽ മതി. സേതുബന്ധന കർമ്മം ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം. ജലാക്രമണം മാത്രം അങ്ങ് പ്രതിരോധിച്ചാൽ മതി. വരുണൻ പറഞ്ഞു, അടിയൻ അതേറ്റു. സേതുബന്ധനത്തിന് ദേവശില്പിയായ വിശ്വകർമാവിന്റെ പുത്രൻ നളനെയും അഗ്നിപുത്രനായ നീലനെയും ഭാരമേൽപ്പിക്കണം. അഗ്നിപുത്രന് വെള്ളത്തെ നിയന്ത്രിക്കാനും നളന് പിതൃവഴി ലഭിച്ചിട്ടുള്ള ശില്പകലാ വൈദഗ്ധ്യം കൊണ്ട് സേതു പെട്ടെന്ന് നിർമ്മിക്കാനും സാധിക്കും. കടൽ ജന്തുക്കളുടെ ശല്യം ഉണ്ടാകാതെയും അടിയൻ സൂക്ഷിച്ചുകൊള്ളാം. വരുണന്റെ ഉപദേശം അങ്ങനെ എല്ലാവരും സ്വീകരിച്ചു. രാമൻ വില്ലിൽ തൊടുത്ത ബാണം വരുണന് സഹായകമായി. സമുദ്രത്തിന്റെ പശ്ചിമോത്തര ഭാഗത്ത് ഗാന്ധാര ദ്വീപിലെ ദുഷ്ട രാക്ഷസന്മാരെ, ശതകോടി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് തിരിച്ചു വന്ന് രാമ തൂണീരത്തിൽ വന്നത് സംസ്ഥിതമായി. അങ്ങനെ നളന്റെയും നീലന്റെയും പ്രത്യേക നേതൃത്വത്തിൽ സേതുബന്ധന സംരംഭവും സമാരംഭിച്ചു. പർവ്വത തുല്യ ശരീരികളായ 10,000 വാനര വീരന്മാര് പർവ്വത ശിഖരങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത വൻ പാറക്കല്ലുകൾ ചുമന്നുകൊണ്ടുവന്ന് സമുദ്രത്തിൽ നിക്ഷേപിച്ചു. നളനും നീലനും കൂടി അവയെ എടുത്ത് ശരിയായ സ്ഥാനങ്ങളിൽ നിരത്തിയും അടുക്കിയും പണികളും പരിതുഷ്ടിയോടെ തുടങ്ങി. എത്രയെത്ര കല്ലുകൾ വരുന്നുവോ അത്രയെത്ര കല്ലുകൾ മുഴുവനും എടുത്ത് സമർത്ഥമായ നിലയിലാണ് നളൻ ആ ജോലി നിർവഹിച്ചുകൊണ്ടിരുന്നത്. നീലൻ അവനെ സഹായിച്ചുകൊണ്ടിരുന്നു. ബ്രഹ്മപുത്രനും പടുവൃദ്ധനുമായ ജാമ്പവാൻ പോലും കല്ലു ചുമടിൽ പങ്കുകൊണ്ടു. കിഷ്കിന്ധാധിപനായ സുഗ്രീവനും ഇളമുറയായ അംഗദനും മന്ത്രിയായ മാരുതിയുമെല്ലാം സ്ഥാനവ്യത്യാസം മറന്ന് മറ്റുള്ളവരുമായി ഏക മനസ്സോടെ ഒപ്പം നിന്ന് ജോലി ചെയ്തു. ഉല്ലാസഭരിതരായി ആ ഭല്ലുക വൃന്ദങ്ങൾ കല്ലുകളും ചുമന്ന് ആർത്തു വിളിച്ചു കൊണ്ടുവരുന്ന കാഴ്ച രാമചന്ദ്രൻ വീക്ഷിച്ചു. പുളകമണിഞ്ഞ് സന്തോഷാശ്രുക്കൾ തൂകി. വാനരന്മാരെ ഉത്സാഹിപ്പിക്കുവാൻ ലക്ഷ്മണനും മുമ്പിട്ടു നിന്നു. ആകെയൊരു അത്ഭുത മഹോത്സവത്തിന്റെ പ്രതീതിയാണ് സേതുബന്ധനോദ്യാമത്തില് പ്രകടമായി ദൃശ്യമായത്. ക്ഷീണിതരാകുന്നവരെ സമാശ്വസിപ്പിക്കുവാൻ സമീരണൻ അവിടെ സദാ പാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. 100 യോജന നീളവും കുറുകെ 10 യോജന വീതിയുമാണ് സേതുവിന്. കടലും വേണ്ടവണ്ണം അവരെ സഹായിച്ചു. ജയ ജയ രാമരാമ, ജയ ജയ രാമചന്ദ്ര എന്ന വിളി അന്തരീക്ഷത്തിൽ അന്തമില്ലാതെ മുഴങ്ങി. ഈ ദൃശ്യം കാണുവാൻ വാനവരും വാനവീഥിയിൽ വന്ന് നിറഞ്ഞു. ഒരു വലിയ പാറ കുത്തിയെടുത്ത് ജാമ്പവാൻ ശിരസിൽ വെച്ചുകൊണ്ട് വരുന്നത് കണ്ട് കരുണാദ്രമാനസനായി രഘുപതി ചോദിച്ചു, വൃദ്ധനായ അങ്ങ് എന്തിനിത്ര വലിയ കല്ല് ചുമക്കുന്നു? ജാമ്പവാൻ പറഞ്ഞു, ഇത് ഭഗവത് കാര്യമായതുകൊണ്ട് അടിയനിപ്പോൾ പൂർണ്ണ യുവാവിന്റെ ബലമുണ്ട്. ഈ സേതു ബന്ധിച്ച് സ്വാമിയുടെ പിറകെ അടിയനെ ലങ്ക വരെ നടന്നു വരണം. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ വാർദ്ധക്യം ഒരു തടസ്സമല്ല. ജാമ്പവാന്റെ ഭക്തി കണ്ട് രാമഭദ്രൻ ആ വൃദ്ധ വാനരനെ ഉള്ളു തുറന്ന് അനുഗ്രഹിച്ചു. സേതുബന്ധനം വിഘ്നം കൂടാതെ തുടരുകയാണ്. അപ്പോ പരമശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തി അനുഗ്രഹം വാങ്ങി വേണം ഇനി നമുക്ക് മുമ്പോട്ട് പോകുവാൻ എന്ന് ശ്രീരാമദേവൻ അഭിപ്രായപ്പെട്ടു. അതിനോട് വാനവരും ശിവഭക്തനായ വിഭീഷണൻ പൂർണ്ണമായി അനുകൂലിച്ചു. അപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു
ദിവസം കൊണ്ട് പ്രതിഷ്ഠാമണ്ഡപം നിർമ്മിക്കാമെന്ന് നളനീലന്മാര് ഭാരമേറ്റു. ശിവപ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തവും നിശ്ചയിക്കപ്പെട്ടു. പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗം കൈലാസത്തു നിന്നും കൊണ്ടുവരാനായി ഹനുമാൻ അവിടേക്ക് വായുവേഗം പറന്നു കഴിഞ്ഞു. മണ്ഡപം പൂർത്തിയായി, മുഹൂർത്തവും സമാഗതമായി. ശിവലിംഗവും കൊണ്ട് മാരുതപുത്രൻ അപ്പോഴും എത്തിയിട്ടില്ല. മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല. ദാശരഥി അല്പസമയം ധ്യാന നിരതനായി നിന്നതിനു ശേഷം പെട്ടെന്ന് മണ്ഡപത്തിൽ പ്രവേശിച്ചു. ഏകാഗ്രനിഷ്ഠനായി മൂർത്തിത്രയങ്ങളുടെ ഏക ഭാവാത്മക ശക്തി തന്നിൽ ആവാഹിച്ച് പരമശിവ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ പുണ്യമുഹൂർത്തത്തിൽ വിഗ്രഹം കൂടാതെയുള്ള ദിവ്യ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ആ അവസരത്തിൽ ഒരു അത്ഭുത കാന്തിയും പ്രശാന്തതയും അവിടെ വ്യാപരിച്ചു. അതോടൊപ്പം ശൈവ ചൈതന്യത്തിന്റെ ഒരു തേജസ്സും അവിടെ തിളങ്ങി. ദേവകൾ പുഷ്പവർഷം ചൊരിഞ്ഞു. നാരദൻ വീണ വായിച്ചു. ശിവമാഹാത്മ്യം വാഴ്ത്തിപ്പാടി. ആ സമയം അത്ഭുതം. പ്രതിഷ്ഠാകർമ്മം നടന്ന പുണ്യവേദിയിൽ സ്വയംഭൂവായ ഒരു ശിവലിംഗം മുളച്ചു നിൽക്കുന്നതായി കാണപ്പെട്ടു. രാമചന്ദ്രൻ ഭക്തിപൂർവം സമുദ്രജലം കയ്യിൽ കോരിയെടുത്ത് ശിവലിംഗത്തെ അഭിഷേകം ചെയ്ത് പൂജകൾ അർപ്പിച്ചു. അനന്തരം അദ്ദേഹം അതിനെ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചതിനു ശേഷം എല്ലാവരും കേൾക്കെ അരുളി ചെയ്തു, ഈ ക്ഷേത്രം രാമേശ്വരം എന്ന പുണ്യാഭിധാനത്താൽ അറിയപ്പെടും. യാതൊരു മർത്യൻ ഇവിടെ വന്ന് ഈ സേതുബന്ധനം കണ്ടു വന്ദിച്ച് രാമേശ്വരമൂർത്തിയായ പരമശിവപെരുമാളെ ഭക്തിപൂർവം ദർശിക്കുന്നുവോ അവൻ അതേവരെ ചെയ്തിട്ടുള്ള സർവ പാപങ്ങളിൽ നിന്നും നിർമുക്തനായി തീരുന്നതാണ്. എൻ്റെ അനുഗ്രഹത്താൽ അവന് മുക്തിയും സിദ്ധിക്കും. ഇവിടെ വന്ന് സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനാഥനായ പാർവതീരമണനെ കണ്ടു തൊഴുതു വന്ദിച്ച് സർവ പാപങ്ങളും ഇവിടെ സമർപ്പിച്ച് കാശിയിലെത്തി ഗംഗാസ്നാനം ചെയ്ത് കാശി വിശ്വനാഥനെ ദർശിച്ച് ഗംഗാജലവുമായി വീണ്ടും തിരിച്ചിവിടെ വന്ന് ആ ഗംഗാതീർത്ഥം കൊണ്ട് രാമേശ്വരമൂർത്തിയെ അഭിഷേകം ചെയ്ത് ആ തീർത്ഥഭാജനം സമുദ്രത്തിലെറിഞ്ഞ് അതിൽ കുളിച്ച് വീണ്ടും മഹേശ്വരനെ വന്ന് വന്ദിച്ച് മടങ്ങിപ്പോകുന്നവൻ നിശ്ചയമായും സായുജ്യപദം പ്രാപിക്കും. വാനരവൃന്ദം ഹര ഹര മഹാദേവ എന്നുച്ചത്തിൽ വിളിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് ശിവലിംഗവും കൊണ്ട് മാരുതിയും അവിടെ ആഗമിച്ചു. അപ്പോൾ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞു പോയതിനാൽ അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ തോന്നി, വല്ലാത്ത ഒരു വിഷമമായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് കണ്ണുനീര് പൊഴിച്ചു. തൻ്റെ ഭക്തന്റെ വിഷമാവസ്ഥ വിശ്വംഭരനായ രാമൻ മനസ്സിലാക്കി. അദ്ദേഹം സാന്ത്വന രൂപത്തിൽ പറഞ്ഞു, വായുതനയ, നീ കുണ്ഠിതപ്പെടേണ്ട. നീ കൊണ്ടുവന്ന ശിവലിംഗം കിഴക്കു ഗോപുരസ്ഥാനത്ത് നീ തന്നെ പ്രതിഷ്ഠിക്കുക. നീ ഭഗവൽ സംഭൂതനാണ്. ആയതിനാൽ നിന്റെ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും മഹാത്മ്യമുണ്ട്. ഭക്തജനങ്ങൾ ഗോപുര പ്രതിഷ്ഠ കണ്ടു വന്ദിച്ചതിന് ശേഷമല്ലാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയോ ക്ഷേത്രനാഥനെ ദർശിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഇതിനാൽ കൽപ്പിക്കുന്നു. അങ്ങനെ ശ്രീരാമദേവന്റെ നിർദ്ദേശമനുസരിച്ച് ഹനുമാൻ പൂർവ്വ ഗോപുര പുരോഭാഗസ്ഥാനം നോക്കി മഹാദേവ ലിംഗത്തെ ഭക്തിപൂർവം പ്രതിഷ്ഠിച്ച് ശയന പ്രദക്ഷിണം ചെയ്തു. രാമേശ്വര പ്രതിഷ്ഠയ്ക്ക് ശേഷം സേതുബന്ധനം പൂർവാധികം ഉത്സാഹത്തിലും വേഗതയിലും നടന്നു തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ 14 യോജന നീളത്തിൽ സേതു പൂർത്തിയായി. രണ്ടാം ദിവസം 20 യോജനയും 3-ാം ദിവസം 21 യോജനയും 4-ാം ദിവസം 22 യോജനയും 5-ാം ദിവസം 23 യോജനയും അങ്ങനെ 5 ദിനങ്ങൾ കൊണ്ട് 25 യോജന നീളത്തിൽ സേതു സഞ്ചാരയോഗ്യമായ വിധം പൂർത്തീകരിക്കപ്പെട്ടു. 100 യോജന. തൽക്ഷണം തന്നെ വാനരപട അത്യാനന്ദ പുരസരം ആ സേതുവിൽ കൂടി ലങ്കയിലേക്ക് യാത്ര തുടർന്നു. ഏറ്റവും മുമ്പിലായി വഴികാട്ടികളെ പോലെ വിഭീഷണനും 4 മന്ത്രിമാരും. അവരുടെ പുറകിൽ മാരുതിയുടെ തോളിൽ രഘുവരനും അംഗദന്റെ തോളിൽ ലക്ഷ്മണനും. അവരുടെ ഇരുവശങ്ങളിലും അംഗരക്ഷകരായി സുഗ്രീവൻ, നളൻ, നീലൻ, ജാംബവാൻ, സുഷേണൻ, ദതിമുഖൻ എന്നിവരും അവരുടെ പിറകിൽ മറ്റുള്ള മർക്കട മഹാസമൂഹവുമായിട്ടാണ് യാത്ര പുറപ്പെട്ടത്. അന്ന് സന്ധ്യയോടുകൂടി, അതായത് സേതുബന്ധനം ആരംഭിച്ച 6-ാം ദിവസം അവർ ലങ്കയുടെ ഉത്തരഭാഗത്തുള്ള സുവേല പർവ്വത പാർശ്വത്തിൽ എത്തിച്ചേർന്നു. അന്ന് രാത്രി അവർ അവിടെ താവളമടിച്ചു. അപ്പോൾ സേനകൾക്ക് തിന്നാനുള്ള പക്വങ്ങളും ഭക്ഷണ സാധനങ്ങളും ധാരാളം കരുതിയിരുന്നത് കൊണ്ട് ആർക്കും ആഹാരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല.
സുവേല പർവ്വതത്തിന്റെ അറ്റത്ത് കയറി നിന്നുകൊണ്ട് രഘുകുലോത്തമൻ ലങ്കയെ ഒന്ന് അവലോകനം ചെയ്തു. അമ്പരചുംബികളായ ഉത്തുംഗ മണിഗോപുരങ്ങൾ, കമനീയ കാഞ്ചന സ്തൂപികൾ, വിശാല സുന്ദര കമാനങ്ങൾ, ഉന്നത പ്രാസാദങ്ങൾ, രമണീയ മണിഹർമ്മ്യങ്ങൾ, അന്തപുരാരാമങ്ങൾ, അങ്ങനെ ജംഭാന്തകപുരത്തെ നാണിപ്പിക്കുന്ന മോടിയോടും പ്രൗഢിയോടും കൂടിയ ലങ്കാപുരിയുടെ അതുല്യ ഭംഗി കണ്ട അദ്ദേഹം അതിശയിച്ചു. കൊടുമുടിയിൽ നിന്നും താഴെ ഇറങ്ങി വന്ന അദ്ദേഹം സുഗ്രീവനെ വിളിച്ചു പറഞ്ഞു, ബന്ധിച്ചിട്ടിരിക്കുന്ന ശുകനെ ഇനി വിട്ടുകളയൂ. ഇവിടെ കണ്ട വിശേഷങ്ങളും വാനരപ്പടയുടെ ബഹുലതയും അവരുടെ വീര്യവുമെല്ലാം അവൻ രാവണനെ ചെന്ന് ധരിപ്പിച്ചു കൊള്ളട്ടെ. അങ്ങനെ രാമചന്ദ്രനെ തൊഴുതു വണങ്ങി അവൻ അവിടെ നിന്നും യാത്രയായി. സൂത്രത്തിൽ അവൻ വാനര സങ്കേതം മുഴുവനും രഹസ്യമായിട്ട് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷമാണ് രാവണ സന്നിധിയിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ശാർദൂലിൽ നിന്നും വിവരം നേരത്തെ ഗ്രഹിച്ചിരുന്നു എങ്കിലും അതറിയാത്ത മട്ടിൽ ദശകണ്ഠൻ ചോദിച്ചു, നീ എന്താണ് ഇത്ര വളരെ താമസിച്ചത്? നിന്റെ മുഖം എന്താണ് ചില പോറലും കീറലും ഒക്കെ കാണുന്നത്? അവരെങ്ങാനും നിന്നെ ഉപദ്രവിച്ചോ? ശുകൻ പറഞ്ഞു, മഹാപ്രഭോ, വാനരന്മാർ കടലിൽ ചിറകെട്ടി അതിൽ കൂടി നടന്ന് നമ്മുടെ ലങ്കയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ എണ്ണം 60 കോടിക്ക് മേൽ വരും. അവരിൽ അധികവും പർവ്വത ശരീരികളും അമിത ബലശാലികളുമാണ്. 5 ദിവസം കൊണ്ടാണ് ഒരു 100 യോജന നീളത്തിൽ സേതു അവർ കെട്ടിപ്പടുത്തത്. അതിൽ നിന്നും അവരുടെ കഴിവെന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. അങ്ങ് വിചാരിക്കുന്നത് പോലെ രാമൻ നിസാരനല്ല. അദ്ദേഹം വൈകുണ്ഠപതിയായ ശ്രീനാരായണന്റെ അവതാരമാണെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പോകുന്നു. അദ്ദേഹത്തെ ജയിക്കാൻ അങ്ങേക്ക് സാധിക്കുമെന്നും തോന്നുന്നില്ല. അങ്ങയുടെ കഷ്ടകാലത്തിനാണ് സീതാദേവിയെ അപഹരിച്ചത്. അതുകൊണ്ട് ദേവിയെ തിരികെ ഏൽപ്പിച്ച് മാപ്പ് പറയുന്നതായിരിക്കും ഉത്തമം. വാനരപ്പടയുടെ നേതാക്കന്മാർ ആരൊക്കെയാണെന്നും പറയാം. അഗ്നിപുത്രനായ നീലനാണ് സർവ്വസൈന്യാധിപൻ. കാലൻ പോലും അവനെ കണ്ടാൽ ഭയപ്പെടും. അത്രയ്ക്ക് കൂറ്റനും ഊറ്റമുള്ളവനുമാണവൻ. അങ്ങയെ ഒരു പുല്ലുപന്ത് പോലെ തൂക്കിയെടുത്ത് 4 സമുദ്രക്കരകളിലേക്കും ചാടിയ ബാലിയുടെ പുത്രൻ അങ്കദനാണ് ഇളമുറ രാജാവ്. ശത്രു സംഹാരത്തിന് വേണ്ടി ഉഗ്രമായി അലറിക്കൊണ്ട് നിലത്ത് വാലുമടിച്ചു നിൽക്കുന്ന അവനെ ഒന്ന് കാണേണ്ടതാണ്. പിന്നെ ഹനുമാൻ, അവന്റെ സാമർത്ഥ്യം അങ്ങേക്ക് അറിയാമല്ലോ. ഈ ലങ്ക മുഴുവനും അടിച്ചു തകർത്തു തവിട് പൊടിയാക്കാൻ അവനെ കൊണ്ട് കഴിയും. അശ്വിനി ദേവകളുടെ പുത്രന്മാരായ മിന്ദനും വിവന്തനുമാണ് ഒരു സൈന്യ വിഭാഗത്തിന്റെ നേതാക്കന്മാർ. വിശ്വകർമാവിന്റെ പുത്രനായ നളനാണ് ഒരു വിഭാഗത്തിന്റെ നേതാവ്. അത്യുഗ്ര ഭീമഗാത്രന്മാരായ ശ്വേതനും രംഭനുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ നേതാക്കൾ. വമ്പന്മാരായ ശരഭൻ, താരൻ, പനസൻ, കുമുദൻ, വിനതൻ, വൃഷഭൻ, വികടൻ എന്നിവരാണ് മറ്റു ഓരോ വിഭാഗത്തിന്റെയും തലവന്മാർ. ഹനുമാന്റെ പിതാവായ കേസരി, സുഗ്രീവ ശ്വാശൂരനായ സുഷേണൻ, വീരന്മാരായ പ്രമാധി, ശതബലിമാർ, ജാംബവാൻ, വേഗദർശി, ഗവൻ, ഗവയൻ, ഗവാക്ഷൻ, ദതിമുഖൻ, ജ്യോതിർമുഖൻ, ഗോമുഖൻ, ദുർമുഖൻ തുടങ്ങിയ വീര വാനര പ്രഭൂതികൾ പാർശ്വഭാഗ സേനകളുടെയും നേതൃത്വം വഹിക്കുന്നു. ഇങ്ങനെ സംഖ്യയില്ലാതോളം നേതാക്കന്മാരും കോടിക്കണക്കിന് കവിപുങ്കവന്മാരും അടങ്ങുന്ന വിപുലമായ പടയെ ആകെ നയിക്കുന്നത് ആദിത്യപുത്രനും. അവനെ സഹായിക്കുന്നത് രാമാനുജനായ ശൂര ലക്ഷ്മണനുമാണ്. ഈ ദൃശ്യമായ മർക്കടപ്പടയെയും മായാമയനായ രാമചന്ദ്രനെയും അങ്ങേക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയതിനാൽ സീതാദേവിയെ കൊണ്ടുചെന്ന് കൊടുത്ത് രാമനെ സമാശ്രയിച്ചാൽ അങ്ങേക്ക് രക്ഷ കിട്ടും. ശുകന്റെ വാക്കുകൾ കേട്ട് ക്രോധാകുലനായ രാവണൻ അവനെ പുറത്താക്കി. നിന്നെ ഇപ്പോൾ ഞാൻ കൊല്ലുന്നില്ല, അതുകൊണ്ട് നീ മേലിൽ എൻ്റെ കൺമുമ്പിൽ വന്നു പോകരുതെന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി. അതുപോലെ രാവണന്റെ ഒരു ദൂതനും ചാരനുമാണ് സാരണൻ. അവനൊരു വാനര വേഷത്തിൽ ശത്രു സങ്കേതത്തിലെത്തി എല്ലാ വിവരങ്ങളും രഹസ്യമായി അറിഞ്ഞ് അതേപടി തന്റെ യജമാനനെ വന്ന് ധരിപ്പിച്ചു. സീതാദേവിയെ തിരിച്ചുകൊടുത്ത് രാമപാദങ്ങളിൽ അഭയം തേടണമെന്ന് അവനും ഉപദേശിച്ചു. രാവണൻ അവനെയും ആട്ടി പുറത്താക്കി. അപ്പോ ഈ ശുകന്റെ പൂർവ്വ വൃത്താന്തത്തെ കുറിച്ചുകൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. ശുകൻ ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു. അപ്പോ അവൻ തന്റെ പത്നിയും ഒരുമിച്ച് വനത്തില് വാനപ്രസ്ഥം സ്വീകരിച്ച് താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം രാവണ സജീവനായ വജ്രദംഷ്ട്രൻ അവരെ കാണുകയുണ്ടായി. ശുദ്ധമായ തപോവൃത്തി അനുഷ്ഠിച്ച് ദൈവഭക്തനായി കഴിഞ്ഞുകൂടുന്ന ആ ബ്രാഹ്മണനെ ഏതു വിധമെങ്കിലും ദ്രോഹിക്കണമെന്ന്
ആ രാക്ഷസൻ തീരുമാനിച്ചു. അതിനുള്ള സമയവും പാർത്ത് അവൻ അങ്ങനെ കാത്ത് നടപ്പായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുംഭസംഭവനായ അഗസ്ത്യ മഹർഷി യാത്രാമധ്യേ ശുകന്റെ പർണശാലയിൽ വന്നു. അപ്പൊ ഭൂസുരവര്യൻ അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിച്ചതിന് ശേഷം ഭോജനത്തിനായി ക്ഷണിച്ചു. അപ്പോൾ ക്ഷണം സ്വീകരിച്ച മുനി സ്നാനത്തിനായിട്ട് ആറ്റിലേക്ക് പോയി. ആ തക്കം നോക്കി വജ്രദംഷൻ അഗസ്ത്യന്റെ വേഷത്തില് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ശുഗബ്രാഹ്മണ, ഇന്ന് പൗർണമി ദിവസമാണ്. എല്ലാ വെളുത്തവാവ് ദിവസവും ചന്ദ്രന്റെ അടയാളമായ മുയലിന്റെ മാംസം ഞാൻ ഭക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഭോജനത്തിന് കുറച്ച് മുയൽ മാംസം കൂടി ഉണ്ടായിരിക്കണം. ഇത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്. ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. മഹർഷി കുളിക്കാൻ തിരിച്ചു പോവുകയും ചെയ്തു. അന്തണൻ കാന്തയെ വിളിച്ച് മാമനുടെ ആവശ്യം അറിയിച്ചു. അപ്പോൾ ശുഗപത്നി പറഞ്ഞു, അയ്യോ, ഇപ്പോൾ മുയലിൻ മാംസം എവിടുന്ന് കിട്ടാനാണ്? അപ്പൊ നമ്മുടെ അടുത്തുള്ള മാളങ്ങളിലൊക്കെ ഞാനൊന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണന്റെ ഭാര്യ അടുക്കളയിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ അടുക്കളയിൽ ചെന്ന് പത്നിയുടെ കയ്യിൽ ഒരു മാംസപ്പൊതി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ദൈവാധീനം കൊണ്ട് നമ്മുടെ പർണശാലയുടെ മുമ്പിൽ ഒരു മുയൽ ഓടുന്നത് കണ്ട് ഞാൻ അതിനെ പിടിച്ചു കൊന്നു. അതിന്റെ ഇറച്ചിയാണിത്. മുനി തിരിച്ചു വരുന്നതിന് മുമ്പ് വേഗം പാകപ്പെടുത്തുക. ശുഗന്റെ രൂപത്തില് ഈ മാംസപ്പൊതിയുമായിട്ട് വന്നത് ദുരാത്മാവായ വജ്രദംഷ്ട്ര രാക്ഷസനായിരുന്നു. അവനാണ് ഈ രാവണന്റെ മാതുലനും മന്ത്രിയുമാണ്. അഗസ്ത്യൻ സ്നാനമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എത്തി. വളരെ ഉപചാരപൂർവ്വം ഭക്ഷണം നൽകിയപ്പോൾ മാംസക്കറിയും ഇലയിൽ വിളമ്പി. മാംസമെന്ന് പറഞ്ഞാൽ പോരാ, അത് നരമാംസമായിരുന്നു. അത് കണ്ട് കോപാന്തനായി അഗസ്ത്യൻ ഇലയുടെ അരികിൽ നിന്നും ചാടി എഴുന്നേറ്റു. ദുഷ്ട, എന്നെ മർത്യമാംസം തീറ്റാൻ ഒരുങ്ങിയ നീ ഒരു മർത്യമാംസഭുക്കായ രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു. അന്തണൻ അന്തിച്ചുപോയി. അദ്ദേഹം ചോദിച്ചു, മഹർഷിയെ, എന്താണ് ഇങ്ങനെ ഓർമ്മയില്ലാതെ ശപിച്ചത്? അങ്ങാണല്ലോ കുളിക്കാൻ പോയ ഉടനെ തിരിച്ചു വന്ന് ഭക്ഷണത്തിന് മാംസം വേണമെന്ന് പറഞ്ഞത്. എന്നിട്ട് എന്നെ ഇപ്പോൾ ഇങ്ങനെ ശപിച്ചത് ധർമ്മമാണോ? അഗസ്ത്യൻ അല്പസമയം ആലോചനയിൽ മുഴുകി നിന്നുപോയി. അദ്ദേഹത്തിന്റെ അന്തർദൃഷ്ടിയിൽ സംഭവങ്ങൾ മുഴുവനും തെളിഞ്ഞു കണ്ടു. അപ്പോൾ പശ്ചാത്താപ ഭരിതനായി അദ്ദേഹം അരുളി ചെയ്തു, ഭൂസുരോത്തമ, ക്ഷമിക്കണം, നാം രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. രാവണ സജീവനായ വജ്രദംഷന്റെ മായാപ്രയോഗങ്ങളാണ് ഇതിന് കാരണം. ഏതായാലും ഞാൻ ശപിച്ചുപോയി. ശാപഫലം അനുഭവിക്കാതെയും നിവർത്തിയില്ല. അപ്പോൾ അങ്ങയുടെ വിധിയും മുജ്ജന്മ കർമ്മ ഫലവുമാണ് ഇങ്ങനെയൊരു ഇത് വരാൻ കാരണമായത്. അപ്പോൾ അങ്ങ് രാവണന്റെ അനുചരനായ ഒരു ആചരനായി ഭവിച്ച് അവന്റെ ഇഷ്ടചാരനായി തീരും. ശ്രീരാമദേവന്റെ ധർമ്മപത്നിയായ ജാനകി ദേവിയെ രാവണൻ അപഹരിക്കും. അപ്പോൾ രാവണവധത്തിനു വേണ്ടി രാമചന്ദ്രൻ വാനരപ്പടയുമായി വന്ന് സേതു ബന്ധിച്ച് ലങ്കയിലെത്തും. രാവണൻ അങ്ങേ ഒരു ദൂതനായി രാമസന്നിധിയിലേക്ക് അയക്കും. തിരിച്ചു വന്ന് അവിടെയുള്ള വിശേഷങ്ങൾ രാവണനെ അറിയിക്കുകയും രാമ മഹാത്മ്യത്തെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ക്രോധത്തോടു കൂടി അവൻ അങ്ങയെ അവിടെ നിന്നും ആട്ടിയോടിക്കും. അവന്റെ സന്നിധാനം വെടിഞ്ഞ് അങ്ങ് കാട്ടിലെത്തുമ്പോൾ അങ്ങയ്ക്ക് പഴയ വിപ്രരൂപം സിദ്ധിക്കും. സാക്ഷാൽ ശുഗ ബ്രാഹ്മണനായി തീരും. അപ്പോൾ പത്നിയും അങ്ങയുടെ സമീപത്ത് വന്നു ചേരും. അപ്പോൾ അങ്ങനെ വനത്തിൽ ശ്രീരാമനെ ധ്യാനിച്ച് തപം ചെയ്ത് പത്നി സമേതം സായുജ്യവും വരിച്ചുകൊള്ളുക. അങ്ങയെ വഞ്ചിച്ച വജ്രദംഷ്ട്രനെ രാമരാവണ യുദ്ധത്തില് ബാലിപുത്രനായ അംഗദൻ നിധനം ചെയ്യും. ഇപ്രകാരം അനുഗ്രഹിച്ച് കുംഭസംഭവൻ മറഞ്ഞു. താമസം വിന ശുക്രൻ നക്തഞ്ചരാകൃതിയിൽ രാവണന്റെ അനുചരനും ഇഷ്ടചാരനുമായി തീർന്ന ദശാസ്യനാൽ നിഷ്കാസിതനായതിനു ശേഷം അവൻ കാനനത്തിൽ ധർമ്മപത്നിയെ കണ്ടുമുട്ടി. അവരൊരുമിച്ച് പിന്നീട് തപസ്സനുഷ്ഠിച്ച് രാമസായുജ്യപദം നേടി. അപ്പോൾ ഈ രാമന്റെ സൈന്യത്തെയും അവരുടെ സംഖ്യാബലത്തെയും നേതാക്കന്മാരെയും ഒക്കെ ദൂരെ വെച്ചാണെങ്കിലും ഒന്ന് നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ദശാനനൻ ഏതാനും സജീവന്മാരും സേനാപതികളും ഒക്കെ ഒരുമിച്ച് ഉത്തര ഗോപുരത്തിലെ ഉത്തങ്ക മണിമാളികയുടെ മട്ടുപ്പാവിൽ വന്ന് ഉപവിഷ്ടനായി. മന്ത്രിമാരും സേനാപതികളും അല്പം അകലെ മാറി നിന്നു. അപ്പോ തന്റെ പദവിക്ക് തെല്ലുപോലും കോട്ടം തട്ടാത്ത വിധം ഗംഭീര ഭാവത്തിലാണ് രാവണന്റെ ഇരിപ്പ്. അപ്പോ ആ വന്നിരിക്കുന്നത് രാവണനാണെന്ന് സുഗ്രീവനോട് ഹനുമാൻ പറഞ്ഞു. അഹങ്കാരത്തോടെയുള്ള അവന്റെ ഇരിപ്പും ഭാവവും സുഗ്രീവന് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. അപ്പൊ സീതയെ കണ്ട കള്ളൻ സുഗ്രീവന്റെ ഹൃദയത്തില് അങ്ങനെ നിയന്ത്രിക്കാൻ വയ്യാത്ത കോപത്തിന്റെ ഒരു അഗ്നിപർവ്വതം പൊട്ടി. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല. പിടിച്ചിട്ട് പിടികിട്ടാത്ത കോപവൈരാഗ്യത്തോടെ അവൻ
ഈ സുവേല ശൈല ശൃംഗത്തിൽ നിന്നും എടുത്തൊരു ചാട്ടം അങ്ങ് ചാടി. രാവണന്റെ ശിര മധ്യത്തിൽ ചെന്നാണ് അവൻ നിന്നത്. രാവണൻ ഞെട്ടിപ്പോയി. സുഗ്രീവൻ അവന്റെ മണിരത്ന കിരീടം തട്ടിത്തെറിപ്പിച്ചതിന് ശേഷം ബാക്കി 9 ശിരസുകളിലെ മകുടങ്ങളെയും ചവിട്ടി താഴെയിട്ടു. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ ആക്രമണത്തിലുണ്ടായ അപമാനം മൂലം ഹതാശനായ രാവണൻ ചന്ദ്രഹാസം വലിച്ചൂരി. ആ ഒരു നിമിഷം കൊണ്ട് ദിവാകരപുത്രൻ അവിടെ നിന്നും കുതിച്ചു ചാടി രാമപാദാന്തികത്തിൽ വന്നു നിന്നു. രാവണൻ ആ രംഗം വീക്ഷിച്ചു. രാമ ലക്ഷ്മണന്മാരുടെ 4 കണ്ണുകളും ലങ്കാധിപന്റെ 20 കണ്ണുകളും തമ്മിൽ കൂട്ടിയിടഞ്ഞു. ദശഗ്രീവന്റെ ഹൃദയം ഒന്ന് തുടിച്ചു. ദശരഥ നന്ദനൻ ശാന്ത ഗംഭീരനായി ഇരുന്നതേയുള്ളൂ. ലക്ഷ്മണന്റെ കണ്ണുകളിൽ കോപമുണ്ടായി. രഘുപതി സുഗ്രീവനെ ശാസിച്ചു. അർക്കാത്മജ, അങ്ങ് ചെയ്തത് അത്ര ശരിയായില്ല. രാവണൻ നമ്മുടെ ശത്രുവാണെങ്കിലും പ്രകീർത്തിമാനായ ഒരു മഹാരാജാവാണ്. തുറന്ന രണാങ്കണത്തിൽ വെച്ച് യുദ്ധമുറയനുസരിച്ച് നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നടന്നത് അങ്ങനെയല്ല. അദ്ദേഹം തന്റെ മണിമാളികയിൽ ശത്രുസന്നാഹം വീക്ഷിക്കാനായി വന്നിരുന്നു. നമ്മുടെ സങ്കേതത്തിൽ അനധികൃതമായി അദ്ദേഹം പ്രവേശിച്ചില്ല, യുദ്ധം പ്രഖ്യാപിച്ചിട്ടുമില്ല. ആ സമയം യാതൊരു പ്രകോപനവും കൂടാതെ അവിടെ ചെന്ന് ഒരു കടന്നാക്രമണം നടത്തുന്നത് ധർമ്മമല്ല. അതിലും വിശേഷിച്ച് അദ്ദേഹത്തിന്റെ ഉത്തമാംഗത്തിൽ ചവിട്ടി കിരീടങ്ങൾ തെറിപ്പിച്ചത് രാജധർമ്മമല്ല. ഒരു സാധാരണക്കാരനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ സാരമില്ല. അങ്ങ് കിഷ്കിന്ധയിലെ രാജാവാണ്. ഏത് ജീവിക്കും അതിൻ്റെതായ ധർമ്മം ഭാഷണത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും സ്ഫുരിച്ചിരിക്കണം, പ്രത്യേകിച്ച് ഭരണാധികാരികളായ രാജാക്കന്മാർക്ക്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങ് അപ്രകാരം ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാലും ധർമ്മവിരുദ്ധമായ ഒന്നും ചെയ്യരുത്. ശത്രുവിനോടും അവൻ അർഹിക്കുന്ന മര്യാദ നാം കാണിക്കണം. അത് ധർമ്മമാണ്. ഞാൻ പറഞ്ഞതിൽ അങ്ങ് തെറ്റിദ്ധരിക്കരുത്. സുഗ്രീവൻ പറഞ്ഞു, സ്വാമി, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം. രാമൻ പറഞ്ഞു, ക്ഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല. അങ്ങ് ഒരു രാജാവായതുകൊണ്ട് രാജധർമ്മം ഞാൻ ഉപദേശിച്ചെന്നു മാത്രം. രാവണ മാതാമഹനായ സുമാലിയുടെ ജ്യേഷ്ഠനും സർവസേനാധിപനും മന്ത്രിയുമായ പ്രഹസ്തന്റെ പിതാവുമാണ് മാല്യവാൻ. ലങ്കയിലെ സമരാന്തരീക്ഷം പ്രക്ഷുബ്ധമായിരിക്കുന്നതറിഞ്ഞ് മകനെ ഉപദേശിക്കുവാനായി ആ വൃദ്ധൻ അവിടെ ആഗതനായി. അപ്പോൾ സുഗ്രീവന്റെ ഈ പ്രഹരമേറ്റ് ആകെ ബുദ്ധിമുട്ടി ദശവദനൻ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം വന്നത്. അപ്പൊ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി രാവണൻ കുശലമൊക്കെ ചോദിച്ചു. മുത്തച്ഛന് സുഖം തന്നെയല്ലേ, ഇപ്പൊ ഇങ്ങോട്ട് പുറപ്പെടാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പം മാല്യവൻ പറഞ്ഞു, മകനെ രാവണ, നിന്റെ അമ്മ കൈകസി എൻ്റെ മകളല്ലെങ്കിലും ഞാൻ അവളെ എൻ്റെ മകളായി ഓമനിച്ച് വളർത്തിയതാണ്. നീ അവളുടെ മൂത്ത പുത്രൻ, ഒരു നല്ല അച്ഛൻ്റെ മകൻ, ത്രിലോകങ്ങളിലും കീർത്തിപ്പെട്ടവൻ. നിന്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര നല്ലതല്ല. നിനക്കും നമ്മുടെ വംശത്തിനും അതുമൂലം വലിയ ആപത്ത് സംഭവിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. അനുസരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്ക്. ഈ വൃദ്ധന്റെ വാക്കുകൾ നീ തള്ളരുത്. രാമപത്നിയായ സീതയെ നീ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ലങ്കയ്ക്ക് അധപതനമാണ്. രാമൻ വെറും ഒരു മനുഷ്യനല്ല, വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. നീ തെറ്റിദ്ധരിക്കരുത്. പണ്ട് ഈ ലങ്കയിൽ നിന്നും നിന്റെ പൂർവികന്മാർ വിരണ്ടോടിയത് വിഷ്ണു കോപം കൊണ്ടാണ്. വീണ്ടും നിന്റെ മിടുക്കുകൊണ്ട് ലങ്ക നമ്മുടെ അധീനത്തിലായി. ഇനിയും ഈ മാതൃരാജ്യം രാക്ഷസ വംശത്തിന്റെ കയ്യിൽ നിന്നും വിട്ടുപോകാതെ നീ സൂക്ഷിക്കണം. എന്തിനായിട്ട് സീതാദേവിയെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു? ആ ദേവിയെ യോഗ്യമായ വിധം ശ്രീരാമദേവ സന്നിധിയിൽ സമർപ്പിച്ച് രാമനുമായി ഇണങ്ങിയാൽ നിനക്കും നിന്റെ വംശത്തിനും ഈ ലങ്കയ്ക്കും അത് ശ്രേയസ്കരമായിരിക്കുമല്ലോ. അതുകൊണ്ട് മകനെ, നീ നല്ലത് ചെയ്യൂ. ലങ്കയ്ക്കും നമ്മുടെ വംശത്തിനും നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന ഹനുമാനെയും സുഗ്രീവനെയും പോലെ 10,000 ഹനുമാന്മാരും സുഗ്രീവന്മാരും ആ കൂട്ടത്തിലുണ്ട്. രാമനെ ജയിക്കാൻ പ്രാപ്തനായ ഒരു വില്ലാളി ഈ 3 ലോകങ്ങളിലും ഇല്ലെന്നും നീ ധരിക്കണം. അദ്ദേഹത്തിന്റെ കോദണ്ഡത്തിന്റെ ഞാണൊലി കേട്ടാൽ 8 ദിഗന്ധങ്ങളും ഞെട്ടും. അങ്ങനെയുള്ള വീരകേസരിയോടാണ് നീ ഇപ്പോൾ എതിരിടാൻ പോകുന്നത്. നീ ഒന്ന് ആലോചിക്കുക. സീതയെ തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തോട് മാപ്പ് പറയുന്നതുകൊണ്ട് നിനക്ക് എന്തു ഛേദം? രാവണൻ അലറി, മുത്തച്ഛ നിർത്ത്. ഈ നാണം കെട്ട വർത്തമാനം എനിക്ക് കേൾക്കണ്ട. അഷ്ടദിക് പാലകന്മാരെ പോലും തോൽപ്പിച്ച് അവരെ പാദദാസന്മാരാക്കി ഈ രാവണൻ കേവലം നിസാരനായ ഒരു നരാധമന്റെ പാദങ്ങളിൽ ചെന്ന് നമസ്കരിക്കാനോ? ഇത്രയും വലിയൊരു നാണം കെട്ട കാര്യം എന്നോട് പറയാൻ മുത്തച്ഛന് എങ്ങനെയാണ് തോന്നിയത്? മുമ്പോട്ട് വെച്ച കാൽ ഞാൻ പിറകോട്ട് വലിക്കുകയില്ല. കുറെ മഞ്ചാടി കുരങ്ങന്മാരെ കൂട്ടും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കൃപണനായ രാമൻ ആരാധ്യനാണ് പോലും, പൂജനീയനാണ് പോലും, അവതാരമാണ് പോലും. ഇത്ര വലിയ അവതാരമാണെങ്കിൽ ഈ കുരങ്ങന്മാരെ എന്തിനു കൂട്ടുപിടിക്കുന്നു? നല്ല മനുഷ്യരെ കൂട്ടുപിടിക്കാൻ പാടില്ലായിരുന്നോ? മുത്തച്ഛൻ ഏതായാലും പോയി കിടന്നുറങ്ങ്. കുംഭകർണന്റെ അടുത്ത് തന്നെ ആയിക്കോളൂ.
ഇത്രയും പറഞ്ഞ് ദശഗ്രീവൻ ആ രംഗത്ത് നിന്നും അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ വല്ലാത്ത വിഷമത്തോടു കൂടി മാല്യവാൻ വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് സ്വയം കരുതിക്കൊണ്ട് രാവണ മന്ദിരം വിട്ടിട്ട് താഴേക്ക് ഇറങ്ങി തൻ്റെ പുത്രനായ പ്രഹസ്തനെ ചെന്ന് കണ്ട് എന്തായാലും മരിക്കുന്നത് വരെ ലങ്കയ്ക്ക് വേണ്ടി പോരാടണമെന്നും രാവണനെ വിട്ടു നിൽക്കരുതെന്നും മകനെ ഉപദേശിച്ചതിന് ശേഷം ആ വൃദ്ധൻ ലങ്കയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ബാക്കി നമുക്ക് നാളെ പറയാം.